എന്റെ മച്ചാ, അപ്പൊ ഞാൻ അതേ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം ഒരു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഐഫോൺ എടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു കമന്റ്: 60 ദിവസം ജയിലിൽ കിടന്നവൻ ഐഫോൺ വാങ്ങി, ഡെയിലി ജോലി ചെയ്യുന്നവന് മേടിക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ആ കമന്റ് കേട്ടോ. അപ്പൊ മച്ചാ, എനിക്ക് മച്ചാനോടും മച്ചാന്റെ അതേ ചിന്താഗതിയുള്ള എല്ലാ മച്ചാന്മാരോടാണ് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ വേർത്താൽ മാത്രം പൈസ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പൈസ ഉണ്ടാക്കണം എന്നുള്ള മച്ചാന്മാരോട് എനിക്കൊന്നും പറയില്ല. ഹാർഡ് വർക്ക് പോലെ തന്നെ സ്മാർട്ട് വർക്കും ഉണ്ട്. അതായത് വേർക്കാണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ മൊബൈൽ മേടിക്കാനുള്ള പൈസ 2 ദിവസം ഗെയിം കളിച്ചുണ്ടാക്കിയതാ. ഇതൊരു കളർ പ്രഡിക്ഷൻ ഗെയിമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കാം. നമുക്ക് റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ റിസ്ക് എടുത്താണ് ഈ ഗെയിം കളിച്ചത്. അപ്പൊ ഇപ്പൊ എന്റെ ലൈഫേ റിസ്കിലാണ്. സോ ഞാൻ റിസ്ക് എടുത്തു, എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടി. എന്റെ മച്ച ഒരു പോസ്കോ കേസ് കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്ത തട്ടിപ്പിന് ജയിലിലോട്ട് പോകാനുള്ള പരിപാടിയാണോ? 1,09,900 രൂപയുള്ള ഫോണ് 2 ദിവസം ഗെയിം കളിച്ച് മച്ചാൻ മേടിച്ചു ഗൈസ്. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ച കണ്ടാവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും മച്ചാൻ ഗെയിമും കളിച്ചു, 1,09,000 രൂപ ഉണ്ടാക്കുകയും ചെയ്തു, ഐഫോണും മേടിച്ചു. മച്ചാൻ പറയുന്നതാണ്. അപ്പൊ നിങ്ങളത് വിശ്വസിക്കണം കേട്ടോ. മച്ചാൻ അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഫസ്റ്റ് കേട്ടതൊന്നും നമ്മളാരാണ്ട് പറഞ്ഞു വിട്ട് പോസ്കോ കേസ്